ഓണത്തോടനുബന്ധിച്ച് ഉള്ള പൊതുവായ പ്രവർത്തനങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭം കുറിച്ചു. ഓഗസ്റ്റ് 8-ാം തീയതി സപ്ലൈകോയുടെ ട്രേഡ് ഫെയറുകൾ ആരംഭം കുറിക്കുകയാണ്. എറണാകുളത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഗസ്റ്റ് 8-ാം തീയതി 4:30 സപ്ലൈകോയുടെ ഓണം ഫെയർ ആരംഭം കുറിക്കും. ഓണം ട്രേഡ് ഫെയർ എന്ന നിലയിലാണ് ഇത്തവണ 3 മെട്രോ നഗരങ്ങളിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഇത് നടപ്പിലാക്കുന്നത്. അത് വളരെ വിപുലമായ നിലയിൽ സബ്സിഡി സാധനങ്ങളോടൊപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളും മറ്റ് ഒരു ഫെയർ മോഡൽ ട്രേഡ് ഫെയർ മോഡലിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ എല്ലാ ജില്ലാ ഫെയറുകളും 14 ജില്ലകളിലും ജില്ലാ ഫെയറുകളും എല്ലാ നിയോജകമണ്ഡല തല ഫെയറുകളും ആരംഭം കുറിക്കുവാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നേരത്തെ ഉള്ളതിനേക്കാൾ നിയോജകമണ്ഡല ഫെയറുകൾ കൂടുതൽ കൃത്യതയോടെ നടത്തണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ഫെയർ വിപുലമാവുന്നു, ഒപ്പം തന്നെ ജില്ലാ ഫെയർ അത് കുറച്ചുകൂടി നേരത്തെ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ആദ്യവാരം തന്നെ ഇതൊക്കെ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 12-ാം തീയതിയോടെ 12-13 തീയതികളിലായിട്ട് ജില്ലാ ഫെയറുകൾ ആരംഭം കുറിക്കും. അവസാനത്തെ ഓണത്തോടനുബന്ധിച്ച് ലാസ്റ്റ് 6 ഡേയ്സ് ആയിരിക്കും നിയോജകമണ്ഡല തല ഫെയറുകൾ ഉണ്ടാവുന്നത്. ഇതുവഴി ഏകദേശം അരിയുടെ വിതരണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും സപ്ലൈകോയും വഴി 1,65,932 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് വിവിധ പദ്ധതികളോടെ നിലവിലുള്ള വിഹിതവും OMS സ്കീംസും ഒപ്പം തന്നെ ടൈഡ് ഓവർ വിഹിതവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1,67,932 മെട്രിക് ടൺ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി ഉള്ള വിതരണത്തിനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നത്. സപ്ലൈകോയ്ക്ക് ഇത്തവണ ഞങ്ങൾ മറ്റൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. സബ്സിഡി അരി ഉൾപ്പെടെ നിങ്ങൾക്കറിയാം 8 കിലോയാണ് ഒരു കാർഡ് ഹോൾഡറിന് ഒരു മാസം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന അരി സെപ്റ്റംബർ മാസത്തിലുള്ള വിഹിതവും കൂടി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഓണത്തോടനുബന്ധിച്ചുണ്ടാവും. പിന്നീട് ഈ നീലക്കാർഡുകൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള അരി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അവരുടെ നോർമൽ വിഹിതത്തിന് പുറമെ ഗോതമ്പിൻ്റെ അലോട്ട്മെൻറ്റ് എല്ലാ NPS NPNS അടക്കമുള്ള കാർഡുകൾക്കും ലഭ്യമാക്കാനുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. AY കാർഡുകൾക്ക് സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതുവരെ 448 കോടി രൂപ ഗവൺമെൻറ്റിൽ നിന്ന് പല സന്ദർഭങ്ങളിലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റ് ഇൻ്റർവെൻഷന്, AY കാർഡ് കൊടുക്കുന്നതിന്, നെല്ല് സംഭരണത്തിൻ്റെ തുക ലഭ്യമാക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഈ തുക പല സന്ദർഭങ്ങളിലായിട്ട് ഈ കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഇടയിൽ ഗവൺമെൻറ് ലഭ്യമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 100 ദിന കർമ്മ പദ്ധതിയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 50,000 പ്രയോറിറ്റി റേഷൻ കാർഡ് കൊടുക്കുക എന്നുള്ളത്. അത് 50,000 ഞങ്ങളുടെ ടാർഗറ്റ് മീറ്റ് ചെയ്ത് ഏകദേശം 73,000-ഓളം കാർഡുകൾ ഇപ്പോൾ കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തെ റേഷനിലേക്ക് പ്രയോറിറ്റി റേഷനിലേക്ക് ഈ 73,000 കുടുംബങ്ങളെ കൂടി നമുക്ക് ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 3-ാം തീയതി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നതായിരിക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പരിശോധനാ സംവിധാനങ്ങൾ വളരെ കൃത്യമായി നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഉള്ള ആദ്യത്തെ റൗണ്ട് പരിശോധന ആരംഭം കുറിച്ചു. കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായുള്ള സ്ക്വാഡുകൾ രൂപീകരിച്ച് ഓണക്കാല വിപണി നിയന്ത്രണ വിധേയമായി നിലനിർത്താൻ ഉള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. ഒപ്പം തന്നെ പ്രൈസ് മോണിറ്ററിംഗ് സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പൂഴ്ത്തിവെപ്പോ കരിഞ്ചന്തയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ സപ്ലൈ ഓഫീസേഴ്സ് നൽകിയിട്ടുണ്ട്. കളക്ടർമാരോട് ഞാൻ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്വാഡുകളുടെ പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് ആദ്യവാരം തന്നെ നടപടികളിലേക്ക് കടക്കണമെന്നനുസരിച്ച് അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ കളക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകൾ ഉണ്ടാവുന്നത്. പിന്നെ ഈ വരുന്ന ഓണ ഫെയറുകളിൽ ഹോർട്ടികോർപ്പിൻ്റെ റിക്വസ്റ്റ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഹോർട്ടികോർപ്പ് അവരുടെ സ്റ്റോളുകൾ അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അവർക്ക് സ്പേസ് കൊടുക്കും. അങ്ങനെ പച്ചക്കറികളുടെ വിതരണവും കൂടി സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ്സുകൾ കേന്ദ്രീകരിച്ച് ലഭ്യമാക്കാൻ ഓണ
ഫെയറുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവായ കാര്യങ്ങൾ ഓണത്തോടനുബന്ധിച്ച് എടുത്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു കൃത്യതയോടെ കൊണ്ടുപോവുക എന്നത് ലക്ഷ്യം വെച്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അവിടെ കേന്ദ്രത്തിൽ നിൻ്റെ അലോട്ട്മെൻറ്റുകൾ കുറയുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും വരുന്നത് ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് AY വിഭാഗത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കണ്ടത് റെപ്രസെൻ്റ് ചെയ്തിരുന്നു. AYക്ക് ഇപ്പോൾ 35 കിലോയാണ് ഒരു കാർഡിന് നൽകുന്നത്. അവരത് കുറച്ച് പെർ ഹെഡ് 7 ആയി ചുരുക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് NFSA ആക്ടിൽ ഭേദഗതി വരുത്തുക എന്ന നിലയിലുള്ള നടപടികൾ ഇപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. അത് ഒഴിവാക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട്. അതിൻ്റെ അകത്ത് കാരണം അത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അലോട്ട്മെൻറ്റിൽ കുറവ് വരുന്ന സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊരു ആശങ്ക ഞങ്ങൾ പ്രകടമാക്കിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചൊരു മറുപടി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒപ്പം തന്നെ ഉപഭോക്തൃ കോടതികളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് പുതിയ റൂൾസ് കൊണ്ടുവരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞിരിക്കുന്നവരെ മാറ്റി പുതിയ ആൾക്കാരുടെ നിയമനം ഇപ്പോൾ സാധിക്കുന്നില്ല. അതിനുവേണ്ടിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികൾ വേഗതയിലാക്കണമെന്നും അതായത് റൂൾസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്രെയിം ചെയ്യണം, ആ റൂൾസ് അടിയന്തരമായി ഫ്രെയിം ചെയ്യണമെന്നുള്ള ആവശ്യവും ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്.